തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം ഒരു ചരിത്ര വിജയമാണ്. കാരണം ഞാൻ CPM-നകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു വിജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ആവാൻ പാടില്ല എന്ന് പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിക്കുകയും അത് അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അത് പരസ്യമായി ജനങ്ങളോട് പറയും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. അത് ഞാൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ടുന്ന സംശുദ്ധിയും അതുപോലെ തന്നെ ഒരു സംഘടനയിൽ ഉണ്ടാവേണ്ടുന്ന ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം നടത്തിയിട്ടുള്ളത്. അത്തരം ഒരു പോരാട്ടം നടത്തിയപ്പോൾ UDF അതിന് എല്ലാവിധ പിന്തുണയും UDF എനിക്ക് നൽകുകയുണ്ടായി. ആ UDF-ന്റെ പിന്തുണയാണ് ഈ പോരാട്ടത്തിന് ശക്തി പകർന്നത്. തീർച്ചയായിട്ടും ഞാൻ ഉയർത്തിപ്പിടിച്ച നിലപാട് അത് പത്രസമ്മേളനത്തിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഞാൻ എടുത്ത നിലപാടിന് എല്ലാ പിന്തുണയും നൽകുകയുണ്ടായി. ആ നിലപാടിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഞാൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വ്യക്തി താല്പര്യവും കുടുംബ താല്പര്യവും അഴിമതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ CPM-നകത്തുള്ള ആളുകളെല്ലാം എൻ്റെ കൂടെ ചേരുകയുണ്ടായി. എന്നോട് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആരാണ് TK ഗോവിന്ദന്റെ കൂടെ ഉള്ളത്? ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു അത് മെയ് 4 കഴിയട്ടെ, ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പാർട്ടിക്കകത്ത് ഇനിയും ഇതെന്തൊരു പാഠം പഠിക്കാൻ പാർട്ടി തയ്യാറാവണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നടത്താനുള്ളത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ, ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ തിരുത്താൻ അവർ സന്നദ്ധരാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ജനാധിപത്യ ബോധത്തിനാണ് UDF എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ളത്. ആ നിലയിൽ തന്നെ UDF-ന്റെ ഒരു MLA ആയി ഞാൻ എന്നും UDF-നോടൊപ്പം ഉണ്ടാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചൊരു MLA ആണ്. അതിന് സർവ്വ പിന്തുണയും നൽകിയ UDF ആണ്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA ആയി. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അവർ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പാർട്ടിക്കകത്ത് പുലർത്തേണ്ടുന്ന ഒരു ജനാധിപത്യമുണ്ട്, അതാ ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യത്തെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, കുടുംബ ലാഭത്തിന് വേണ്ടി ഉൾപാർട്ടി ജനാധിപത്യത്തെ തകർത്ത ഗോവിന്ദൻ മാഷ് അയാൾ നിലപാട് തിരുത്തട്ടെ. അല്ല, ഈ പാർട്ടിയെ തകർക്കാനാണ് ഇവരെല്ലാം കൂടി ചേർന്ന്. പിന്നെ ആര് വിചാരിച്ചാൽ അത് രക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണ്. കാരണം ഇന്ന് ഞാൻ ഒറ്റക്കല്ലല്ലോ. ഇവിടെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ടിയുടെ നെടുങ്കോട്ടയല്ലേ. ആ കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിച്ചില്ലേ? അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചില്ലേ? തളിപ്പറമ്പിൽ ഇതേവരെ ജയിക്കാത്ത തളിപ്പറമ്പിൽ ഞാൻ ജയിച്ചില്ലേ? ഇതെല്ലാം കാണുന്നതിന്റെ ഒറ്റപ്പെട്ട ഒരു കാര്യമല്ലല്ലോ. പാർട്ടിക്കകത്ത് ഒരു പ്രവണതക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്. ആ പോരാട്ടത്തിന്റെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ വിജയമല്ല, ആ പോരാട്ടത്തിന്റെ വിജയമാണ്. അതിന് ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനങ്ങൾ CPM-ൽ പെട്ടതും UDF-ൽ പെട്ടതും ഇതിലൊന്നും പെടാത്തതുമായിട്ടുള്ള എല്ലാ ജനാധിപത്യവാദിയായിട്ടുള്ള ജനങ്ങൾ ആ പോരാട്ടത്തിന് പിന്തുണ നൽകി. ആ പിന്തുണയുടെ വിജയമാണ് ഈ വിജയം. ഈ പാർട്ടിയിലെ ചില നേതാക്കൾ താങ്കൾക്ക് ഒരു പിന്തുണ നൽകി എന്ന ചില ചർച്ചകളൊക്കെ പാർട്ടിക്കുള്ളിൽ നടന്നതായി. ചില നേതാക്കളല്ല, പാർട്ടിയിൽപ്പെട്ടുള്ള നിരവധി ആളുകൾ ഇല്ലെങ്കിൽ എനിക്ക് 15,000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവില്ലല്ലോ. പാർട്ടിയിൽപ്പെട്ടുള്ള നിരവധി ആളുകൾ എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഒരു പാർട്ടിയിലും പെടാത്ത ആളുകൾ പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും എനിക്ക് നൽകിയ പിന്തുണയുടെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മുഴുവൻ ആളുകൾക്കും, അത് UDF-ന്റെ സജീവ പ്രവർത്തകന്മാർ ചുരുങ്ങിയ ദിവസം ഞാൻ കിട്ടിയിട്ടില്ലെങ്കിലും അവരെല്ലാം നടത്തിയ അഹോരാത്രമായ പ്രവർത്തനമുണ്ട്. അവരോടെല്ലാം ഈ സന്ദർഭത്തിൽ നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല ആ ആയിരക്കണക്കിനായ ജനങ്ങൾ, അവരോടെല്ലാം ഓരോരുത്തരോടും വ്യക്തിപരമായി കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരോടെല്ലാം വ്യക്തിപരമായി കണ്ട് നന്ദി പറഞ്ഞതായി കണക്കാക്കി അവരോടെല്ലാം നന്ദി ഞാൻ പറയാം.